സുബഹി ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അരമണിക്കൂറേ ബാക്കിയുള്ളൂ. ഷിഫ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നേരെ മുകളിലേക്ക് ക്യാൻറ്റീനിലേക്ക് ഓടി വന്നതാണ് അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട്. ജപ്പാനിലേക്ക് വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ റമദാനാണ് എൻ്റേത്. ഒരുപാട് പേര് അവരുടെ കുടുംബത്തിൻ്റെ കൂടെ അത്താഴം കഴിക്കുമ്പോഴും നോമ്പ് മുറിക്കുമ്പോഴും ചില പ്രവാസികളുടെ അവസ്ഥ ഇതുപോലെയൊക്കെ തന്നെയാണ്. അവരുടെ നോമ്പ് മുറിയും അത്താഴമൊക്കെ അവരുടെ ജോലി സ്ഥലത്തോ ഇതുപോലെയുള്ള കമ്പനി ക്യാൻറ്റീനുകളിലോ ആയിരിക്കും. വർക്ക് കഴിഞ്ഞ ഉടനെ ഒരുപാട് വെള്ളം കുടിക്കും. കാരണം 8-9 മണിക്കൂർ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് നല്ല ടയേർഡാണ്. അങ്ങനെ വെള്ളം കുടിച്ചതിന് ശേഷം ഇതിന് വേണ്ടിയിട്ട്, അതായത് അത്താഴത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലഞ്ച് ബോക്സൊക്കെ വാങ്ങി. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നത് ഓട്സ് ആക്കി, ഓട്സിലേക്ക് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട്, ഇത് നല്ല ഹെൽത്തിയാണ്, നല്ല നമുക്ക് ഒരുപാട് സമയം സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റീലുകളിലൊക്കെ കണ്ടിട്ടാണ് വാങ്ങിയത്. 8-9 മണിക്കൂർ വെച്ചതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിപ്പോയി, എന്നാലും കുഴപ്പമില്ല, കഴിക്കാൻ നല്ല ഓക്കെ ആയി. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ 2 ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു ഓറഞ്ചും ഒരു ബനാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് ഇന്നത്തെ അത്താഴം നമ്മൾ പൂർത്തിയാക്കി. വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരോടും ഒന്ന് മാത്രമേ പറയാനുള്ളൂ: നിങ്ങളുടെ വിലയേറിയ ദുആകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്തുക.